ഹായ് ഓൾ. ഇതെൻ്റെ ഒരു ഈവനിങ് സ്റ്റഡി സെഷനാണ്. ഞാൻ ആക്ച്വലി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഒരു 9 മണിക്ക് പഠിക്കാനിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ SCRT നോട്ട്സും പിന്നെ ഞാൻ സിലബസ് റിലേറ്റഡ് ആയിട്ട് ബാക്കിയുള്ള ടോപ്പിക്സുകൾ, ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എൻ്റേതായിട്ട് നോട്ട് എഴുതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ട്സൊക്കെയാണ് ഞാൻ ആദ്യം അത് വായിച്ച് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് പഠിക്കാനിരിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് അത് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ നോട്ട്സാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഈ നോട്ട്സ് എല്ലാമാണ് ഞാനിപ്പോൾ ഇനി വായിച്ച് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരുടെയും സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ കമൻ്റ് ഇട്ട്, ജോലി ചെയ്തുകൊണ്ട് പഠിച്ചാൽ ഇത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ജോലി ചെയ്തുകൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് നമുക്ക് എസ്സും നോയും ഒന്നും പറയാൻ പറ്റില്ല. കിട്ടണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. കിട്ടാൻ വേണ്ടിയാണല്ലോ എല്ലാവരും പഠിക്കുന്നത്. പിന്നെ എല്ലാവരും ജോലി ചെയ്തുകൊണ്ട് പഠിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ. എല്ലാവരുടെയും സാഹചര്യം ഒരുപോലെ ആയിരിക്കത്തില്ലേ. ഇപ്പം ഞാനാണെങ്കിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കുറേ പിള്ളേരെയൊക്കെ ആയിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവരിടുന്ന എഫേർട്സ് ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി വരും. കാരണം പറയുമ്പോൾ അവർക്ക് ജോലിയില്ല എന്ന് പറയുമെങ്കിലും വീട്ടിലെ പണികളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഓഫീസിൽ പോയി പണിയുന്നതിൻ്റെ 10 ഇരട്ടി പണി വരും. ഒന്നും ഒരു എൻഡിങ് ഇല്ലാതെ ചെയ്യേണ്ട വരുമല്ലോ. അതുകൊണ്ട് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ഓരോ രീതിയിലാണ്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ജോലിയില്ലാതെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അങ്ങനെ പഠിക്കുക. അല്ലാതെ അങ്ങനെ കിട്ടുമോ ഇങ്ങനെ കിട്ടുമോ എനിക്കറിയില്ല. ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ SCRT നോട്ട്സ് പഠിക്കുന്നു. പിന്നെ ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ നോട്ട്സ് എടുക്കുന്നത്. അപ്പം ഞാൻ അത് വായിച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നോട്ട്സ് ഉണ്ടാക്കിയാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി സയൻസിനാണ് ഞാൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് സയൻസ് അറിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ എല്ലാ ടോപ്പിക്കിനൊന്നും ഞാൻ നോട്ട്സ് ഉണ്ടാക്കാറില്ല. ഇപ്പം ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള സബ്ജക്ട്സിനൊന്നും നോട്ട്സ് ഉണ്ടാക്കുന്നില്ല. സയൻസ് ഉണ്ടാക്കുന്നത് എനിക്ക് സയൻസ് ടഫായിരുന്നു. കാരണം നമ്മളെല്ലാം കൂടെ നോട്ട്സ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നോട്ട്സ് ഉണ്ടാക്കി തന്നെ കുറേ സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. എനിക്കങ്ങനെ അനുഭവമുള്ള ആളാണ് ഞാൻ. ഇങ്ങനെ കുറേ നോട്ട് ഉണ്ടാക്കും, കുറേ ഏതാണ്ടെല്ലാം പഠിക്കും, പക്ഷേ അത്രയും റിസൾട്ടൊന്നും മാർക്കിൽ കിട്ടാറില്ല. അപ്പം നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. പിന്നെ ഞാനിപ്പം റീസെൻ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നെഗറ്റീവ്സ് വരുന്നതിലും കൂടുതൽ പല കാര്യങ്ങളും അറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേ കൂടെ പോർഷൻസ് പഠിച്ച ശേഷം ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ഒരു മിനിമം സ്കോറിൽ തന്നെ നിൽക്കും. നമുക്കൊരു ഗ്രോത്ത് ഇല്ലാന്ന് തോന്നും, നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് തോന്നുമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയോണ്ട് ഞാൻ PYQs ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. സിലബസ് ഒന്ന് കുറച്ചുകൂടെ കവർ ചെയ്തെത്തണം. കാരണം ഇനിയിപ്പോൾ എക്സാമിന് ഏകദേശം 1 മാസമേ ഉള്ളൂ. ജൂലൈ 18-നാണല്ലോ നമുക്ക് എല്ലാവർക്കും എക്സാം വരുന്നത്. അപ്പോൾ ആ ടൈം പീരീഡിനുള്ളിൽ ഇത് കവർ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പഠിച്ച പോർഷൻസിൻ്റെ നോട്ട്സും ഓൾറെഡി നോട്ട് ചെയ്ത കാര്യങ്ങളുടെ നോട്ട്സും ഒക്കെയാണിത്. യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.